വാഴ ഡയറക്ടഡ് ബൈ ആനന്ദ് മേനൻ. ഈ സിനിമ എഴുതിയിരിക്കുന്നത് വിപിൻ ദാസ് ആണ്. ഗുരുവായൂർ അമ്പലനടയിൽ, അതുപോലെ തന്നെ ജയ ജയ ഹേ, ഈ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സെയിം ടീം തന്നെയാണ് നമ്മുടെ വാഴയുടെ പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ച് വൈബായിട്ട് കാണാൻ വേണ്ടി പറ്റിയ ഒരു ത്രൂ ഔട്ട് കോമഡി എന്റർടൈനർ ആണ്. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് കണ്ടുകിട്ടുന്ന ആളല്ല. നമ്മൾ ഏറ്റവും കഷ്ടകാലം പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഫ്രണ്ട് ആയിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് വളരെയധികം ശരിയാണ്. ഇതുപോലെ ഒരുപാട് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ വിപിൻ ദാസ് അതുപോലെ തന്നെ ആനന്ദ് മേനൻ ടീമിന്റെ സിനിമകളൊക്കെ തന്നെ അത്ര ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്കോ കാര്യങ്ങളൊന്നും ആയിരിക്കും. അതായത് ഒരുപാട് നാളായിട്ട് നമ്മുടെ സിനിമകളിൽ വന്നിട്ടുള്ളതും നമ്മുടെ നാട്ടിലുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള സ്റ്റോറികൾ തന്നെയായിരിക്കും ഇവരുടെ സിനിമകളിലൊക്കെ ഉണ്ടാകുക. പക്ഷെ അതിനെ അവതരിപ്പിക്കുന്ന രീതിയിൽ വളരെ ഫ്രഷ് ആയിട്ട് ഇവർ അവതരിപ്പിക്കാറുണ്ട്. ഈ സിനിമയും അങ്ങനെ തന്നെയാണ്. സിനിമയിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയണ്ടല്ലോ. ഒരു സൈഡ് മൊത്തം നമ്മുടെ സീനിയർ ആയിട്ടുള്ള കോമഡി ആർട്ടിസ്റ്റുകളാണ്. അതായത് ജഗദീഷ്, നോബി, അസീസ്, കോട്ടൻ നിസർ, അവരൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള റോളിലാണ് വരുന്നത്. ഇപ്പുറം ഭാഗത്ത് നമ്മുടെ കുട്ടികൾ ഹാഷിർ ആൻഡ് ടീമും, അതുപോലെ തന്നെ സിജു സണ്ണി, അതുപോലെ തന്നെ ജോമൻ ജോദർ, ആ ഒരു ടീമും. അവരുടെ പെർഫോമൻസ് കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം അവരുടെ പെർഫോമൻസ് ആസ് യൂഷ്വൽ, അത് നമ്മുടെ ഷോർട്സിലും റീൽസിലൊക്കെ കാണുന്ന അതേ വൈബ് പിടിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിലും അവരുടെ പെർഫോമൻസ്. ഇനി നമുക്ക് ഈ സിനിമയിലേക്ക്, വാഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ച് കാണാൻ വേണ്ടി പറ്റിയ ഒരു ത്രൂ ഔട്ട് കോമഡി എന്റർടൈനർ ആണ്. നൈസ് ആയിട്ടുള്ള ഒരു പടമാണ്. ഈ സിനിമയുടെ കോർ എന്ന് പറയുന്നത് പാരന്റിങ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു 90s ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, നമ്മുടെ സ്കൂൾ കാലഘട്ടം, അതുപോലെ തന്നെ കോളേജ് കാലഘട്ടം, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് എപ്പോഴും പാരന്റ്സിന്റെ അണ്ടറിലായിരിക്കും. അതായത് നമ്മൾ എന്ത് പഠിക്കണം, ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്യണം, ഏത് സ്കൂളിൽ പഠിക്കണം, ഏത് കോളേജിൽ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരന്റിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ 90s കുട്ടികളൊക്കെ ചെയ്തു വരുന്നത്. ഒരു ഘട്ടം കഴിയുന്ന സമയത്ത്, അതായത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ കഴിയുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഫീൽഡിലേക്ക് പോകണം എന്ന് നമ്മുടെ പാരന്റ്സിന് നമ്മളെ ഗൈഡ് ചെയ്യാനും പറ്റില്ല, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ സ്റ്റോറിയാണ് ഈ സിനിമ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീസറിൽ തന്നെ വളരെ വിസിബിൾ ആണ്. ഒരു ഭാഗത്ത് ഹാഷിർ ആൻഡ് ടീം, മറ്റേ ഭാഗത്ത് നമ്മുടെ ജോമോൻ ജോദർ, അതുപോലെ തന്നെ സിജു സണ്ണി, ആ ഒരു ടീമാണ്. തമാശയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. സിനിമ തുടങ്ങുന്നത് പോലെ അവസാനം വരെ ചിരിച്ച് പണ്ടാറടങ്ങുന്ന തമാശകൾ ഈ സിനിമയിലുണ്ട്. വെർബൽ ആയിട്ടുള്ള കോമഡിയെക്കാട്ടിലും കൂടുതൽ സിറ്റുവേഷൻ തമാശകളാണ് ഈ സിനിമ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പുതുമയുള്ള വിഷയങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുമയുള്ള ഒന്നും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ ചിരിക്കാൻ ഇഷ്ടം പോലെ കാര്യം, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. സ്കൂൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് കാണിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന പോലെയൊക്കെ തോന്നും. നമ്മുടെ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ കോമഡികൾ ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ അതിഗംഭീരമായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ എല്ലാ സമയത്തും, അതായത് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഈ പാരന്റ്സും അതുപോലെ തന്നെ കുട്ടികളും തമ്മിൽ വല്ലാണ്ടൊരു ബോണ്ട് കയറി വരുന്നുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും, അതായത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പാരന്റും കുട്ടികളും തമ്മിൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് വലിയൊരു ഡിറ്റാച്ച് വരികയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊന്നും എപ്പോഴും പാരന്റിന്റെ ഭാഗത്ത് കിട്ടണമൊന്നുമില്ല. പക്ഷേ സിനിമയിൽ നേരെ തിരിച്ചാണ് കാണിക്കുന്നത്. പാരന്റ്സ് ഒക്കെ വന്നിട്ട് കുട്ടികളൊക്കെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് അവരങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് അവസാനിപ്പിക്കുന്നത്. ചിലപ്പോൾ സിനിമ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് എത്തിച്ചതായിരിക്കാം. പക്ഷെ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ അവസ്ഥ വളരെ 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 മോശമാണ്. ഓക്കെ, അത് നമ്മൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പക്ഷെ ഇതൊരു സിനിമയാണ്, എന്റർടൈൻമെന്റ് പർപ്പസിലൂടെ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിരിച്ച് ചാവാൻ പറ്റിയ, നമുക്ക് സ്വയം റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. നല്ല ടീമായിട്ട് പോയിരുന്ന് കാണുക, നല്ല തിയേറ്ററിൽ ഇരുന്ന് കാണുക. കാരണം ഒരുപാട് തമാശകളും കൗണ്ടറുകളും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പൂക്കിവിളികളും ചിരിയൊക്കെ ഉണ്ടാകും. ചില ഡയലോഗൊന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ ടീമായിട്ടിരുന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു ത്രൂ ഔട്ട് കോമഡി എന്റർടൈനർ ഇതാണ് വാഴ. അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 2024 റിലീസായിട്ടുള്ള ഒരുപാട് മലയാള സിനിമകൾ പോലെ തന്നെ ഒരു സീക്വൽ, ഒരു രണ്ടാം ഭാഗത്തിനുള്ള പ്രതീക്ഷ തന്നുകൊണ്ടാണ് അവസാനിക്കുന്നത്. അത് ഹാഷിർ ആൻഡ് ടീമിന്റെ കഥയായിരിക്കും. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് ഫോർ വാഴ 2. ഇതാണ് വാഴ.